ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മല്ലിക, കാളിദാസ്, അംബിക ഈ 3 കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടു. കാളിദാസനും മല്ലികയും തമ്മിലുള്ള വിവാഹബന്ധം അംബികയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു മാൻകുട്ടിയുമായി വീട്ടിലേക്ക് വരുന്ന കാളിദാസൻ മാൻകുട്ടിയെ പരിചരിച്ചതിന് ശേഷം തിരിച്ചു പോകുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ആ മാനിനെ വേട്ടയാടിയ ദന്തുൽ എന്ന് പറയുന്ന ഒരു ഗ്രാമപുരുഷൻ, അയാൾ ഗ്രാമപുരുഷനല്ല, രാജാവിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ വന്നു. അയാളാണ് യഥാർത്ഥത്തിൽ ഈ മാൻകുട്ടിയെ വേട്ടയാടിയത്. അപ്പോൾ അത് വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ കൊടുക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. കാളിദാസ് കൊടുക്കാൻ അത് തയ്യാറാകുന്നില്ല. അയാൾ എന്തോ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് കാളിദാസിൻ്റെ പിന്നാലെ ഈ രാജപുരുഷ പോവുകയാണ്. പോകുന്ന സമയത്ത് ദന്തുളിനെ തടഞ്ഞുകൊണ്ട് മല്ലിക പറയുന്നത് എന്താണ്? കാളിദാസൻ്റെ കയ്യിൽ ആയുധങ്ങളില്ല എങ്കിലും അങ്ങയെ നേരിടാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുന്നു. കാളിദാസൻ എന്നുള്ള പേര് കേട്ടതും ദന്തുൾ വന്ന കാര്യം പറയുന്നു. എന്താണ്? ഉജ്ജയിനിയിലെ രാജാവ് ഋതുസംഹാരത്തിൻ്റെ ലേഖകനെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് രാജകവി എന്നുള്ള സ്ഥാനം കൊടുക്കാനും താല്പര്യപ്പെടുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ടായി. ഇത് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു, മാപ്പ് ചോദിക്കുന്നു. മല്ലിക ഇത് തൻ്റെ അമ്മയോട് ഈ ഒരു സന്തോഷ വർത്തമാനം അമ്മയോട് പ്രകടിപ്പിക്കുകയും, പക്ഷെ അമ്മ യാതൊരു പ്രതികരണവും കാണിക്കുന്നില്ല. ഈ സമയത്ത് മാതുൽ അവിടെ എത്തുന്നു. കാളിദാസൻ്റെ അമ്മാവനായിട്ടുള്ള മാതുൽ അവിടെ വരെയാണ്. അപ്പോൾ മാതുലിൻ്റെ ആഗ്രഹം എന്താണ്? കാളിദാസ് എത്രയും പെട്ടെന്ന് ആ രാജപദവി സ്വീകരിക്കണം, രാജകീയ ആദരവ് സ്വീകരിക്കണം, എന്നിട്ട് അവിടെ രാജകവി ആകണം എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പം അവിടെ മല്ലികയുടെ അമ്മ എന്തു പറഞ്ഞു? ഈ സംബന്ധമേ മാതുലിനെ ജബ് അംബികാസെ ബാത്തേങ്കി തബുസിനെ വ്യംഗ്യസ്വരമേ കഹ. അപ്പം അമ്മ നന്നായിട്ട് കാളിദാസിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ സ്വാർത്ഥനാണ്. അവൻ്റെ സ്വന്തം കാര്യം മാത്രമേ അവന് ചിന്തയുള്ളൂ. അല്ലെങ്കിൽ എന്നേ മല്ലികയെ വിവാഹം കഴിക്കും എന്നാണ് അവരുടെ ഒരു അഭിപ്രായം. അതിന് മല്ലിക പറഞ്ഞ റീസൺ എന്താണ്? ഇപ്പോൾ മാതുലിൻ്റെ വീട്ടിൽ നിൽക്കുന്ന കാളിദാസൻ്റെ കയ്യിൽ കാശില്ല, മാത്രമല്ല അദ്ദേഹം ഒരു പ്രാദേശിക കവിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്നെ വിവാഹം കഴിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ അമ്മയോടൊരു മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഈ സന്തോഷ വർത്തമാനം കേട്ടത്. അപ്പോൾ മാതുല ആ കാര്യം പറഞ്ഞ സമയത്ത് അംബിക അതിന് പ്രതികരിച്ചത് എങ്ങനെയാണ്? സമ്മാൻ പ്രാപ്ത് ഹോനെ പർ സമ്മാൻ കെ പ്രതി പ്രകട് കി ഗയി ഉദാസീനത വ്യക്തി കെ മഹത്വ കോ ബടാ ദേത്തി ഹെ. കാരണം കാളിദാസ് ഈ രാജകീയ കവി എന്നുള്ള സ്ഥാനം അലങ്കരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് കാളിദാസൻ തന്നെ മാതുലിനോട് അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി അംബിക പറയാണ്, സമ്മാൻ പ്രാപ്ത് ഹോനെ പർ, ആദരവ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമ്മാൻ കെ പ്രതി, ആദരവിനോട് പ്രകട് കി ഗയി, പ്രകടിപ്പിക്കുന്ന ഉദാസീനത, അനാദരവും താല്പര്യമില്ലായ്മയും വ്യക്തിയുടെ മഹത്വത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പരിഹാസത്തിലാണ് പറയുന്നത്. അപ്പോൾ സാധാരണ ജീവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, പൈസയ്ക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആഹ്ലാദപൂർവ്വം പോയിട്ട് ആ സ്ഥാനം ഏറ്റെടുത്തേനെ എന്നുള്ളതിൻ്റെ പരോക്ഷമായിട്ടുള്ള ഒരു പരിഹാസമാണ് ഈ പറഞ്ഞത്. മാതുൽ കെ മൻമേം ഇൻ ബാത്ത് കാഫി ഡർ ധാ കി അഗർ एक साधारण कवि ने सम्राट का सम्मान स्वीकार नहीं किया तो सम्राट क्रुद्ध भी हो सकते हैं.
എന്നാൽ മാതുലൻ്റെ ഭയം അതല്ല. എന്താണ്? ഈ സാധാരണ ഒരു കവിയായിട്ടുള്ള കാളിദാസൻ ചക്രവർത്തിയുടെ, മഹാചക്രവർത്തിയുടെ ഒരു റെസ്പെക്റ്റ് സ്വീകരിച്ചില്ല എങ്കിൽ, അതേ കാളിദാസൻ രാജകീയ കവി എന്നുള്ള സ്ഥാനം ഏറ്റെടുത്തില്ല എങ്കിൽ സമ്രാട്ട് ക്രുത്തുഭി ഹോ സക്തേ ഹേ, തീർച്ചയായിട്ടും ചക്രവർത്തി ദേഷ്യപ്പെടുക തന്നെ ചെയ്യും. രാജാവിൻ്റെ രാജാവാണ് സമ്രാട്ട് എന്ന് പറയുക അല്ലേ? അപ്പോൾ അദ്ദേഹം ദേഷ്യം വന്നാൽ പിന്നെ വളരെ മോശമാണ്. ഒരു സാധാരണ കവി അത് നിരസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഒരു ഭയമാണ് ആർക്കുണ്ടായിരുന്നത്? മാധുലിനുണ്ടായിരുന്നത്. ഈ തരഹിക്ക വിചാർ വിമർശ ഹോരഹാദ, ഇത്തരത്തിൽ അവർ ഇങ്ങനെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിക്ഷേപ് നാമക്ക് ഗ്രാമപുരുഷ വഹാം ഉപസ്ഥിതുക, നിക്ഷേപ് എന്ന് പറയുന്ന ഒരു ഗ്രാമപുരുഷൻ, നമ്മൾ നേരത്തെ ആ നിക്ഷേപിനെ പറ്റി പറഞ്ഞു, നമ്മുടെ കാളിദാസിൻ്റെ ഒരു വെൽവിഷറാണ്. അപ്പോൾ നിക്ഷേപ് എന്ന് പറയുന്ന ഗ്രാമപുരുഷൻ അവിടെ ഹാജരായി, അവിടെ എത്തി. ഉസിനെ കഹാ കി ആചാര്യ വരരുചി കവി മാതുൽ കി പ്രതീക്ഷ കർ രഹേ ഹെ. ഈ സമയത്ത് നിക്ഷേപ് വന്നിട്ട് എന്താ പറഞ്ഞത്? നിക്ഷേപ് ഈ സമയത്ത് എന്താ പറഞ്ഞത്? വന്നിട്ട് പറയാണ്, മാതുലിനോട് പറയണ, ആചാര്യ വരരുചി മാതുലിനെ കാത്തവിടെ ഇരിക്കുകയാണ്. നിക്ഷേപിനെ യഹി കഹാ കി യോഗ്യത ഏക് ചൗഥായി വ്യക്തിത്വ കാ നിർമ്മാൺ കർത്തി ഹെ. അപ്പം കാളിദാസനെ വെയിറ്റ് ചെയ്തിട്ട് മാതുലിൻ്റെ വീട്ടിൽ ആരിയ്ക്കുകയാണ്? വരരുചി ഇരിക്കുകയാണ് എന്നുള്ള സൂചന മാതുലിന് കൊടുക്കുന്നതോടൊപ്പം നിക്ഷേപ് പറഞ്ഞത് യോഗ്യതയുടെ 1/4 വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞാൽ യോഗ്യതയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, പിന്നെയാണ് വ്യക്തിത്വം വരിക. ശേഷ് പൂർത്തി പ്രതിഷ്ഠാദ്വാര ഹോത്തി. അപ്പോൾ അയാളുടെ യോഗ്യതയ്ക്ക് സമ്പൂർണ്ണത കിട്ടണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആദരവ് നേടിയെടുത്തിരിക്കുക തന്നെ ചെയ്യണം. കാളിദാസ് കോ രാജധാനി അവശ്യ ജാനാ ചാഹി. അപ്പം നിക്ഷേപിൻ്റെ അഭിപ്രായത്തിൽ കാളിദാസൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? രാജകൊട്ടാരത്തിലേക്ക് പോകണം, രാജകവിയായിട്ട് സ്ഥാനം ഏറ്റെടുക്കണം. അഗർ വേ നഹീ ഗയേ തോ जो लोग आज ऋतुसंहार की प्रशंसा कर रहे हैं वे भी कुछ दिनों में उनको भूल जाएंगे. അഥവാ അദ്ദേഹം പോയില്ലെങ്കിലോ, ഇന്ന് ഋതുസംഹാരത്തെ ആൾക്കാർ പ്രശംസിക്കുകയാണ്, നാളെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അയാളെ മറക്കുക തന്നെ ചെയ്യും. അയാൾക്ക് സമൂഹത്തിൽ ഒരു പ്രസക്തി ഇല്ലാണ്ടായിട്ട് മാറും. അതുകൊണ്ട് കാളിദാസൻ തീർച്ചയായിട്ടും രാജകവി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. കാരണം എടുത്തു പറയുന്നത് എന്താണ്? യോഗ്യത ഏക് ചൗഥായി വ്യക്തിത്വ നിർമ്മാൺ കർത്തി. യോഗ്യതയാണ് 1/4 ഒരാളിൻ്റെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നത്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർമ്മിക്കുന്നതിൻ്റെ 1/4 യോഗ്യതയാണ്. ബാക്കി 3/4 പൂർത്തീകരിക്കുന്നത് അയാൾക്ക് കിട്ടുന്ന ആദരവിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? രാജകീയ കവി എന്നുള്ള ആ സ്ഥാനം ഏറ്റെടുക്കുക തന്നെ ചെയ്യണം. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഒരു രാജ്യത്തിലെ രാജകവിയാവുക എന്ന് പറഞ്ഞാൽ ഒട്ടും മോശമായിട്ടുള്ളൊരു കാര്യം അല്ല. ഇത് കേട്ടപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കാം. കുച്ച് സമയ ബാദ് ഗ്രാമപുരുഷ വിലോം ആയ. കുറച്ച് നിമിഷം കഴിഞ്ഞപ്പം ഗ്രാമപുരുഷ വിലോം അവിടെ എത്തി. നമുക്കറിയാം, വിലോം എപ്പോഴും കാളിദാസിന് എതിരായിട്ട്, ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പേര് വിലോം എന്നാണെങ്കിലും അയാൾ എപ്പോഴും ഓപ്പോസിറ്റായിട്ട് നിൽക്കുകയാണ്. ആ പേര് അയാളുടെ സ്വഭാവം പോലെ തന്നെയാണ് പേര്. ഉസ് സമയം മല്ലിക ജഗദംബാക്കെ മന്ദർമേം ഗയീതി. ഈ സമയത്ത് മല്ലിക ജഗദംബ ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. കാരണം എനിക്കൊരിക്കലും രാജകവിയായിട്ട് ആ പദവി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങിയിട്ട് കാളിദാസൻ ജഗദംബ ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അയാളുടെ പിണക്കത്തെ മാറ്റാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി രാജകവി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ് മല്ലിക എവിടെ പോയത്? ജഗദംബ ക്ഷേത്രത്തിലേക്ക് പോയത്. വിലോമിനെ കഹ. അപ്പോൾ വിലോം പറയാണ്, കാളിദാസ് ഉജ്ജയിനി ചലാ ജായേക. നിങ്ങൾ ആരും പേടിക്കേണ്ട, കാളിദാസ് ഉജ്ജയിനിയിലേക്ക് പോവുക തന്നെ ചെയ്യും. കാളിദാസ് കെ കാരൻ മല്ലിക കാ അപവാദ് ഹുവാ ഹെ. ഈ കാളിദാസൻ കാരണമാണ് മല്ലികയുടെ അപവാദം, മല്ലികയെ സംബന്ധിച്ചുള്ള അപവാദം ഈ നാട്ടിലൊക്കെ പരന്ന് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരും മല്ലികയെ എന്ത് ചെയ്യുന്നു? കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
മല്ലികയെ പറ്റി അപവാദം പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുകയാണ്. തോടി ദേർ കെ പഹലെ മൈനെ മല്ലികാക്കോ ജഗദംബാക്കെ മന്ദിർ കി ഓർ ജാത്തെ ദേഖാ ഹൈ. കുറച്ച് നിമിഷത്തിന് മുമ്പ് ഞാൻ മല്ലിക ജഗദംബ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കണ്ടിരുന്നു. ജഹാം കാളിദാസ് ധ്യാന നിരത് ഹെ. അവിടെ കാളിദാസ് പോയി കണ്ണുടച്ചങ്ങനെ ഇരിക്കണം. കാളിദാസിൻ്റെ മനസ്സിലാകെ സംഘർഷങ്ങളാണ്. വിലോം കുച്ച് അധിക കഹിനേക്കെ പഹലേഹി. വിലോം കുറച്ച് കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ കാളിദാസ് അവർ ഉസ്കെ പീച്ചെ മല്ലിക ഭി ആകി. കാളിദാസനും അവിടെ എത്തി. കൂടുതൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? കാളിദാസനും മല്ലികയും ആ സ്ഥലത്ത് എത്തി. വിലോം കോ ദേഖ് കർ മല്ലിക കി ആംഖോ മേ ക്രോധ് और വിതൃഷ്ണ കാ ഭാവ് ഉമട് ഗയ. വിലോമിനെ കണ്ടതും മല്ലികയുടെ കണ്ണിൽ ക്രോധവും അതുപോലെ വെറുപ്പും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു. ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടായി. കാരണം വിലോമിനെ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. ഒന്ന് മല്ലിക, മറ്റൊന്ന് കാളിദാസ്, അതിലുപരി അംബികയും. വിലോമിനെ തീരെ ഇഷ്ടമല്ല. അവൻ താൻ തോന്നിയാണ്, കള്ളുകൂടിയനാണ്, അതാണ്. പക്ഷെ അവൻ എല്ലായിടത്തും വലിഞ്ഞ് കയറും. എല്ലാ പ്രശ്നത്തിനിടയിലും കയറി തലവയ്ക്കും. അപ്പം വിലോമിനെ കണ്ടതും മല്ലികയുടെ കണ്ണുകളിൽ ക്രോധവും വെറുപ്പും ഉണ്ടായി. വഹ് ചരോക്കെ പാസ് ഗയി. അവൾ എന്ത് ചെയ്തു? അവനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ജനലിൻ്റെ ഭാഗത്തേക്ക് മാറി നിന്നു. തബ് കാളിദാസ് വിലോം കെ പാസ്സായ. ആ സമയത്ത് കാളിദാസ് വിലോമിൻ്റെ അടുക്കലേക്ക് വന്നു. വിലോമിനെ വ്യംഗ്യസ്വരുമയും കാളിദാസെ കഹ. ഈ സമയത്ത് വിലോം വളരെ പരിഹാസപൂർണമായിട്ട് കാളിദാസിനോട് പറയുന്നത്. വിലോം എന്ത് പറഞ്ഞാലും അത് കാളിദാസിനെയും മല്ലികയെയും അർത്ഥം വച്ച് പരിഹാസ രൂപത്തിലാണ് പറയുക. അപ്പോൾ ഇവിടെ വിലോം വളരെ പരിഹാസത്തോടുകൂടി കാളിദാസിനോട് പറയണം. എന്താണ്? ഉജ്ജയിനി ജാക്കർ വ്യക്തി ബഹുത്ത് വ്യസ്തു ഹോ ജാത്താ ഹെ. ഉജ്ജയിനിയിലേക്ക് പോയി കഴിഞ്ഞാൽ മനുഷ്യർ വളരെ ബിസിയുള്ളവരായിട്ട് മാറും. വളരെ തിരക്ക് പിടിച്ച ആൾക്കാരായിരിക്കും. ഉജ്ജയിനിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വ്യക്തിക്ക് ഒരുപാട് തിരക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്താണ്? കാളിദാസ, നീ ഉജ്ജയിനിയിൽ പോയി രാജകവി എന്നുള്ള ആ സ്ഥാനം എടുത്തു കഴിഞ്ഞാൽ നീ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ ഒരുപക്ഷെ നീ മല്ലികയെ മറക്കല്ലേ എന്നുള്ള ഒരു കളിയാക്കലാണ്. വഹ മദിരാലൈ രംഗശാലയും അവർ തരഹ് തരഹ്ക്ക് വിലാസ ഭൂമിയാ ഹേ. അവിടെയാണെങ്കിൽ മദ്യം കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്, നൃത്തശാലകളുണ്ട്, പലതരത്തിലുള്ള ആഡംബരം നിറഞ്ഞ സ്ഥലങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഖിക്കാനുള്ള എല്ലാ വഴിയും രാജകൊട്ടാരത്തിലുണ്ട്. ഇത്തനാ കഹ്കർ വ്യംഗ്യ കെ സാത്ത് മുസ്കുരാക്കർ വിലോം ചലാകെ. അപ്പോൾ അവിടെ പോയിട്ട് ഇതിലൊക്കെ മൂന്ന് സമയത്ത് നീ എന്ത് ചെയ്യാൻ പാടില്ല, മല്ലികയെ മറക്കല്ലേ എന്നുള്ള പരിഹാസമൊക്കെ പറഞ്ഞിട്ട് ഗൂഢ അർത്ഥത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് വിലോം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ വിലോമിൻ്റെ മനസ്സിൽ ഈ മല്ലികയോടൊരു അടുപ്പമുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ പ്രേമമല്ല, അവളെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹവും. ഇനി അടുത്ത പേജിലേക്ക് പോയാൽ വിലോം കെ ചലേ ജാനെ കെ ബാദ്. വിലോം അവിടുന്ന് പോയതിന് ശേഷം മല്ലികാനെ കാളിദാസെ കഹാക്കി ഗ്രാമപ്രാന്തർ മേ രഹിക്കർ തുമാരി വികസിത് ഹോനെ കാ അവസർ നഹി മിലേക. വിലോം പോയതിന് ശേഷം മല്ലിക കാളിദാസിനോട് പോയി പറയണം. എന്താണ്? ഗ്രാമപ്രദേശത്ത് നിങ്ങൾ താമസിച്ചാൽ നിങ്ങളുടെ ആ പ്രതിഭയുണ്ടല്ലോ, അത് വാടിക്കരിഞ്ഞു പോവും. നിങ്ങളുടെ കവിപ്രതിഭ വികസിക്കില്ല. അതിനുള്ള അവസരം ഈ ഗ്രാമപ്രദേശത്ത് ഇല്ല. ഇവിടെ മാത്രം നിങ്ങൾ ഒതുങ്ങിപ്പോവും. അതാണ്. അപ്പോൾ കാളിദാസൻ പറഞ്ഞെന്താണ്? കാളിദാസിനെ ബത്തായാക്കി മേ അനുഭവ് കർത്താഹൂക്കി യഹ് ഗ്രാമപ്രാന്തർ മേരി വാസ്തവിക് ഭൂമി. അപ്പോൾ കാളിദാസൻ പറഞ്ഞെന്താണ്? ഇവിടെ ഒതുങ്ങി നിന്നാൽ എൻ്റെ കവിപ്രതിഭയ്ക്ക് നാശമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ ഫീൽ ചെയ്യുന്നത് ഈ ഗ്രാമപ്രദേശമാണ് എൻ്റെ യഥാർത്ഥ ഭൂമി. ഞാൻ ഇവിടെ കഴിയേണ്ടവനാണ്. മേ കൈ സൂത്രോം സെയ്സ് ഭൂമി സെ ജുഡാഹു. പല രീതിയിൽ ഞാൻ ഈ ഗ്രാമപ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉൻ സൂത്രോമേ തുംഹോ. ആ ബന്ധങ്ങളിൽ ഈ ഗ്രാമപ്രദേശത്തുള്ള പല വസ്തുക്കളോടും എനിക്ക് ബന്ധമുണ്ട്. അതിലൊന്ന് നീയാണ്. യഹ് ആകാശ്, പിന്നെ ഈ ആകാശം. അവർ മേഘ് ഹേ, മേഘങ്ങൾ. യഹാം കി ഹരിയാലി ഹേ, ഇവിടുത്തെ പച്ചപ്പരപ്പുകൾ. ഹരിനോം കെ ബച്ചേ ഹേ, ഇവിടുത്തെ മാൻകിടാക്കൾ, മാൻകുഞ്ഞുങ്ങൾ. അവർ മൃഗപാൽ, പശുപാൽ, മൃഗങ്ങളെയൊക്കെ പരിപാലിക്കുന്ന ആൾക്കാർ. ഇവരോടൊക്കെ എനിക്കെന്തുണ്ട്?
ബന്ധമുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വിട്ടിട്ട് പോകാൻ എനിക്ക് സാധിക്കില്ല. അപ്പം കാളിദാസൻ പറയുന്നത്, ഇവിടെ നിന്നാലേ എനിക്ക് മനസ്സിന് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുള്ളൂ. കാളിദാസൻ്റെ കവിപ്രതിഭ ഈ ഗ്രാമപ്രദേശത്തിൽ, നമ്മൾ മലയാളത്തിൽ പറയില്ലേ പട്ടിക്കാട്, ഈ പട്ടിക്കാട്ടിൽ ജീവിച്ചാൽ കാളിദാസൻ്റെ കവിപ്രതിഭയ്ക്ക് കോട്ടം വരും എന്നാണ് മല്ലികയുടെ അഭിപ്രായം. അപ്പം മല്ലികയ്ക്ക് ഈ രാജപദവി ഏറ്റെടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഉള്ളത്. അന്തുമേ കാളിദാസനെ സമ്മാൻ കോ ഗ്രഹൺ കർണേക്കാൻ നിശ്ചയിക്കുക. അവസാനം കാളിദാസൻ എന്ത് ചെയ്തു? ആ രാജകവി എന്നുള്ള സ്ഥാനം ഏറ്റെടുക്കാൻ തന്നെ തീരുമാനിച്ചു. ആരുടെ നിർബന്ധപ്രകാരമാണ്? മല്ലികയുടെ നിർബന്ധപ്രകാരം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാവി ശോഭനമായാൽ, സാമ്പത്തികമായിട്ട് കഴിവില്ലാത്തവനായതുകൊണ്ടാണ് അവൻ കാളിദാസൻ തന്നെ വിവാഹം കഴിക്കാത്തത് എന്ന് അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം തൻ്റെ പ്രിയതമൻ പോയി രക്ഷപ്പെട്ടാൽ അതുകൊണ്ട് തനിക്കും പ്രയോജനം ഉണ്ടാവും. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ കൂട്ടിക്കൊണ്ടു പോവുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ കാളിദാസനെ നിർബന്ധിച്ചത്. എന്തായാലും കാളിദാസൻ അവസാനം മനസ്സില്ലാ മനസ്സോടെ ആ രാജപദവി ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ്. വിദായി കി ഘടിയായി, വേർപാടിൻ്റെ സമയം വന്നു. യാത്ര പറഞ്ഞ് പുറപ്പെടുന്ന സമയത്തി. കാളിദാസ് മല്ലിക കെ ഘർ സെ ബാഹർ നിക്കല, അവളോട് യാത്ര പറഞ്ഞിട്ട് പുറത്തിറങ്ങി. മല്ലിക സിസക്കിയ ഭർക്കർ റോനെ ലഗി, മല്ലിക എന്ത് ചെയ്തു? തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. വോ മാ സേ കഹനെ ലഗി, അവൾ അമ്മയോട് പറയാണ്, മാ മേ നഹി രോ രഹി ഹോ, അമ്മേ ഞാൻ കരയല്ല. മേരി ആംഖോം സേ ജോ ബറസ് രഹാ ഹെ വഹ് ദുഃഖ് നഹി ഹെ, യഹ് സുഖ് ഹെ മാ സുഖ്. ഇത്തനാ कहकर മല്ലിക ने അംബിക കെ വക്ഷ് മേ മുഖ് छिपा लिया. അപ്പം അമ്മേ ഞാൻ കരയുന്നതല്ല, ഇതെൻ്റെ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെ കണ്ണുനീരാണ്, ഞാൻ ദുഃഖത്തോടുകൂടി കരയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മല്ലിക അംബികയുടെ മാറിടത്തിലേക്ക് മുഖം ഒളിപ്പിച്ച് കരയാൻ തുടങ്ങി. തബ് മേഘഗർജൻ സുനായി ദിയ, ഈ സമയത്ത് വീണ്ടും ഇടിയൊച്ച, മഴയും ഇടിയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ തുടങ്ങി. വർഷാ കാ ശബ്ദ ഭി ഊഞ്ചാ ഹോ ഗയ, വലിയ മഴ ശബ്ദം, മഴയുടെ പേമാരിയുടെ ശബ്ദവും കേൾക്കപ്പെട്ടു. ഇതാണ് ഒന്നാമത്തെ രംഗം അവസാനിച്ചു. അപ്പോൾ ഇവിടെ കാളിദാസൻ എന്ത് ചെയ്തു? രാജപദവി ഏറ്റെടുക്കാനായിട്ട് മല്ലികയെ വിട്ടിട്ട്, ആ ഗ്രാമപ്രദേശത്തേക്ക് വിട്ടിട്ട് നേരെ ഉജ്ജയിനിയിലേക്ക് പോവുകയാണ്. പ്രഥം അങ്കക്ക് ഘടനാവോ കോ ഹുയേ കുച്ച് വർഷ ബീത്ത് ഗയേ, ഒന്നാമത്തെ രംഗം കഴിഞ്ഞു, കുറേ വർഷം കഴിഞ്ഞു. ഒന്നാമത്തെ രംഗത്തുള്ള സംഭവങ്ങൾ കഴിഞ്ഞിട്ട് കുറേ വർഷമായി. അംബിക കാ ഘർ ജർജർ സ്ഥിതി മേന്ത, അപ്പം അംബികയുടെ വീട് ഏകദേശം ജീർണാവസ്ഥയിലാണ്, അത് അത്രയും ഇടിച്ചു പൊളിച്ചിരിക്കുകയാണ്. യഹി അവസ്ഥ അംബിക കി ഭീതി, ഈ അവസ്ഥ അംബികയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞാൽ അംബികയുടെ ആരോഗ്യമൊക്കെ തകർന്നിരിക്കുന്നു. 2 വർഷസേ ഏക് സാ ജ്വർ ഉസേ സദാത്ത രഹ, 2 വർഷമായിട്ട് ഒരു അസുഖം, ഒരു പനി അവരെ അലട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ജ്വരം, പനി, 2 വർഷമായിട്ട് അവർക്ക് പനി പിടിച്ചിട്ട് അത് ഇപ്പോഴും മാറുന്നില്ല. മല്ലിക മാങ്കി ശുശ്രൂഷാമേ ലഗി രഹത്തി തി, മല്ലിക അമ്മയെ പരിചരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ മാത്രം താല്പര്യപ്പെട്ടിരിക്കുകയാണ്, അമ്മയെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. और सोचती थी कि उज्जैनी में जाने के बाद कालिदास एक बार भी अपने ഗ്രാമപ്രാന്തർ में नहीं आया. അപ്പം 2 വർഷമായി, എന്നിട്ടും ഇത്രയും ദിവസമായിട്ട് കാളിദാസൻ ആ ഗ്രാമപ്രദേശത്തേക്കൊന്ന് വന്നതുപോലും ഇല്ല. അപ്പം പോയ ഉടനെ തന്നെ കാണാനായിട്ട് ഓടിയെത്തും എന്നാണ് ആര് വിചാരിച്ചത്? മല്ലിക വിചാരിച്ചത്. പക്ഷേ 2 വർഷമായി കാളിദാസ് പോയിട്ട് തിരിച്ച് അയാൾ ഇതുവരെയും ആ നാട്ടിലേക്ക് വന്നിട്ടേ ഇല്ല. മലയാളത്തിൽ പറയില്ല, ഒന്ന് തിരിഞ്ഞു നോക്കിയത് പോലും ഇല്ല എന്നാണ്. ഉസ്നെ അപ്നി മനോവ്യഥാ കോ കഭി പ്രകട് ഹോനെ നഹി ദിയ, പലപ്പോഴും അവളുടെ ഹൃദയവേദന പ്രകടിപ്പിക്കാൻ അനുവദിച്ചില്ല. സങ്കടമൊക്കെ ഉള്ളിൽ ഒതുക്കി അവൾ ഇരിക്കുകയാണ്. ഫിർ ഭി ഉൻകി കർമ്മശീലത
അവർ ഉത്സാഹ് കം ഹോത്താ ഗയ. എന്നിരുന്നാലും അവളുടെ ആ ആ ചുറുചുറുക്കും ഉത്സാഹവും ഒക്കെ കുറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം അവൾക്കൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഏക് ദിൻ ഗ്രാമപുരുഷ് നിക്ഷേപ് അംബികാസെ മിൽനെ ആയ. ഒരു ദിവസം ഗ്രാമപുരുഷായിട്ടുള്ള നിക്ഷേപ്, നമ്മുടെ കാളിദാസൻ്റെ ബെൽവിഷർ, ആ വീട്ടിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾ, അയാൾ അംബികയെ കാണാനായിട്ട് വന്നു. അംബികയുടെ അസുഖമൊക്കെ നോക്കാനായിട്ട് വന്നു. ഉസേ ഏക് ജാൻകർ ദുഃഖ് ഹുവാ കി അംബിക കാ ജ്വർ നിരന്തർ 2 വർഷ സേ ഏക് സാഹി രഹതാ ഹെ. അയാൾക്ക് വളരെ സങ്കടം തോന്നി. എന്താണ്? അംബികയുടെ പനി, അംബികയുടെ അസുഖം നിരന്തരം 2 വർഷമായിട്ട് ഒരേപോലെയാണ്. ഒരു കുറവുമില്ല, കൂടുതലുമില്ല, ഒരേപോലെയാണ്. ബാത്ചീത്ത് കെ ബീച്ച് ഉസ്നെ ബതായ. സംഭാഷണത്തിനിടയിൽ അയാൾ പറയാണ്, ഉസ്കെ മൻമേം ഉജ്ജയിനി മേ ജാക്കർ ഏക് ബാർ കാളിദാസ് സെ മിൽനെ കി അഭിലാഷ ദി. എൻ്റെ മനസ്സിൽ ഒരു പ്രാവശ്യം ഉജ്ജയിനിയിലേക്ക് പോയിട്ട് കാളിദാസനെ കാണാനുള്ള ആഗ്രഹം ഉണ്ട്. കാരണം നിക്ഷേപം കൂടി ചേർന്നിട്ടാണ് കാളിദാസനെ ഉജ്ജയിനിയിലേക്ക് പറഞ്ഞു വിട്ടത്. നമ്മുടെ മല്ലിക പറഞ്ഞു, അത് ശരിയാണ്, പക്ഷെ നിക്ഷേപം എന്ത് ചെയ്തു? നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പോയിട്ട് അവനെ ഒന്ന് കാണണം, അതിനുള്ള ആഗ്രഹം എനിക്കുണ്ട് എന്ന് വർത്തമാനത്തിനിടയിൽ പറയുന്നു. ലേക്കിൻ ജാൻ അഹീ സഖ. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഞാൻ സാധാരണ ഒരു ഗ്രാമപുരുഷനാണ്. അപ്പോൾ എനിക്ക് രാജകൊട്ടാരത്തിൽ കയറാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നിക്ഷേപിനെ മല്ലിക കി ഓർ ദേഖ് കർ ലംബി സാൻസ് ലേത്തെ ഹുയെ കഹ. നിക്ഷേപ് മല്ലികയുടെ അവസ്ഥ കണ്ടിട്ട് മല്ലികയെ നോക്കിക്കൊണ്ട് ദീർഘനിശ്വാസത്തോടു കൂടി പറയുന്നു, മൈനെ ആശാ നഹി കി ദി കി ഉജ്ജയിനി ജാക്കർ കാളിദാസ് ഇസ് തരഹ് വഹാം കെ ഹോ ജായെങ്കി. മല്ലിക, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാളിദാസൻ ഉജ്ജയിനിയിൽ പോയിട്ട് അവിടെ തന്നെ അങ്ങ് താമസമാക്കി കളയുമെന്ന്, അവിടുത്തെ ഒരു വ്യക്തിയായിട്ട് മാറും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടേയില്ല. മല്ലിക നിക്ഷേപ് സെ ബാത്തേം കർ രഹി ഥി. അങ്ങനെ മല്ലിക ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മല്ലികയുമായിട്ട്. അവർ മാങ്കോ പിലാനയ്ക്ക് ലിയെ ദവാ ഭി തയ്യാർ കർ രഹി ഥി. മല്ലിക നിക്ഷേപിനോട് സംസാരിക്കുകയും ചെയ്യുന്നു, അക്കൂട്ടത്തിൽ അമ്മയ്ക്ക് കുടിക്കാൻ വേണ്ടിയുള്ള കഷായവും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, മരുന്നും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിക്ഷേപിനെ കാളിദാസ് കെ സംബന്ധ മേ ജോ അഭിപ്രായ പ്രകട് കിയ ഇസ്സെ മല്ലിക വിചലിത് ഹുയി. നിക്ഷേപ് കാളിദാസനെ സംബന്ധിച്ച് എന്ത് അഭിപ്രായ പ്രകടനമാണോ നടത്തിയത് അത് കേട്ട് മല്ലിക ആകെ അസ്വസ്ഥയായി. കാരണം 2 വർഷമായിട്ട് അവൻ പോയിട്ട്, അപ്പോൾ ഇതുവരെ അവൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ അവനെ പോയിട്ടൊന്ന് കാണണം, സംസാരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞതും അതാകെ ഇവളുടെ മനസ്സിലൊരു അസ്വസ്ഥതയുണ്ടാക്കി. മാത്രമല്ല അവൾ പറയാണ്, വഹ് കഹനെ ലഹിക്ക് മുझे പ്രസന്നത ഹെ കി ഉന്होंने വഹാ രഹ് കർ കേവൽ ഋതുസംഹാർ കി രചന കി തി. എനിക്ക് നന്നായിട്ടറിയാം, എന്താണ്, വളരെ സന്തോഷമുണ്ട്, ഇവിടെ താമസിച്ചാൽ ഋതുസംഹാരം പോലെയുള്ള ചില കൃതികൾ എഴുതാനേ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നുള്ളൂ. ലേക്കിൻ ഉജ്ജയിനി മേം ഉന്होंने കൈ നയേ കാവ്യം കി രചന കി ഹെ. ഇവിടെ താമസിച്ചുവെങ്കിൽ ഋതുസംഹാരം പോലെയുള്ള ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി അദ്ദേഹം കാലം കഴിച്ചു കൂട്ടിയേനെ. പക്ഷേ ഉജ്ജയിനിയിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ രചിച്ചു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അചാനക് ബാഹർ ഘോഡോങ്കി ടാപ്പൂങ്ക ശബ്ദ സുനായി ദിയ. പെട്ടെന്ന് പുറത്ത് കുതിരക്കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. കുതിരകൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ശബ്ദം കേട്ടു. നിക്ഷേപനെ കഹാക്കി രാജ്യക്കെ കർമ്മചാരി ആയേക്ക്. അപ്പം നിക്ഷേപം എന്താ പറഞ്ഞത്? രാജ്യത്തിലെ ഉദ്യോഗസ്ഥർ ഈ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. 1-ാമത്തെ രംഗത്തിൽ എന്ത് ചെയ്തു? അംബിക പറയുന്നുണ്ട്, എപ്പോഴാണോ ഈ രാജപുരുഷന്മാർ, രാജകീയ വ്യക്തികൾ ഈ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്, അപ്പോൾ പല അനർത്ഥങ്ങളും നമ്മുടെ ഗ്രാമത്തിലുണ്ടാകും. ഒരിക്കലൊരു മഴക്കാലത്ത് നമ്മുടെ പ്രദേശത്തേക്ക് പട്ടാളക്കാർ അല്ലെങ്കിൽ രാജകർമ്മചാരികൾ വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് നിൻ്റെ അച്ഛൻ മരിക്കുകയും ചെയ്തു എന്നൊക്കെ എന്ത് ചെയ്തു? മല്ലികയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആശങ്ക ഇവരുടെ മനസ്സിലുണ്ട്. ഈ സമയത്താണ് കുതിര കുളമ്പടി ശബ്ദം കേൾക്കുകയാണ്. നിക്ഷേപിനെ കഹാക്കി രാജ്യക്കെ കർമ്മചാരിയായ. അപ്പം നിക്ഷേപ് എന്താ പറഞ്ഞത്?
രാജ്യത്ത് നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഉസ്നെ ചരോ കേസെ ദേഖാത്തോ ഉസെ ആശ്ചര്യ ഹുവ. ഇത്രയും പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? നേരെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അയാൾക്ക് അതിശയം തോന്നി. കാരണം ഉൻ അശ്വാരോഹിയോമ്മയും സേ ഏക്ക് സ്വയം കാളിദാസ് ഹെ. അതിലെ കടന്നുപോയ കുതിര സവാരിക്കാരിൽ, കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന ആൾക്കാരിൽ ഒരാൾ കാളിദാസൻ തന്നെയാണ്. വേ പർവ്വത ശിഖർ കി ഓർ ജാ രഹേ थे. അദ്ദേഹം പർവ്വത ശിഖരത്തിലേക്ക് ഇങ്ങനെ കുതിരപ്പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ പർവ്വത പ്രദേശത്തൊക്കെ കാളിദാസൻ്റെ വിഹാര സ്ഥലമായിരുന്നു, കറങ്ങി നടന്ന സ്ഥലവും. അപ്പോൾ ആ പർവ്വത ശിഖരത്തിലേക്ക് അയാൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിക്ഷേപിനെ കഹാക്കി വേ രാജസി വേഷ്ഭൂഷാമേഹേ. നിക്ഷേപ് ഇതും കൂടി പറഞ്ഞു. എന്താണ്? കാളിദാസൻ സാധാരണ വേഷത്തിലല്ല വന്നിരിക്കുന്നത്, രാജകീയ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. കി കോയി ഉനയും പഹച്ചാനഹി സക്തി. അതുകൊണ്ട് ആർക്കും അയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ലേക്കിൻ നിക്ഷേപ് കി ആങ്കയും ഉൻകോ പഹച്ചാനേയും പൂൽ നഹീം കർ സക്തി. പക്ഷേ എൻ്റെ കണ്ണുകളെ അതിന് പറ്റില്ല. എൻ്റെ കണ്ണുകൾക്ക് കാളിദാസൻ എവിടെ ഇരുന്നാലും കണ്ടെത്താനുള്ള കഴിവ് ഉണ്ട്. മേ അഭി ജാക്കർ ബാത്ത് നിശ്ചിത് കരൂങ്ക. ഞാൻ ഇപ്പോൾ തന്നെ പോയിട്ട് അത് ഉറപ്പിക്കാം അവൻ തന്നെയാണോ എന്നുള്ളത്. ഐസാ കർ നിക്ഷേപ് ബഡി ഉത്തേജനാക്കിയ സാത്ത് ബാഹർ ചല. ഇത്രയും പറഞ്ഞിട്ട് നിക്ഷേപ് വളരെ ആവേശപൂർവ്വം ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോവുകയാണ്. കാരണം അതിലേ കടന്നുപോയ കാളിദാസൻ ആ വീട്ടിലേക്ക് കയറിയിട്ടില്ല. അതാണ്. വേ ആയേ ഹേ അവർ പർവ്വത ശിഖർ കി ഓർ ഗയേ ഹേ. അയാൾ എന്ത് ചെയ്തു? വന്നിട്ടുണ്ട്, നേരെ പർവ്വത ശിഖരത്തിലേക്ക് പോയിരിക്കുകയാണ് ആര്? കാളിദാസൻ. ഈസ് പ്രകാർ കകത്തി ഹുയി മല്ലികാനെ ഗഹരി പീഡാക്കാൻ അനുഭവിക്കുക. അപ്പം അദ്ദേഹം ഈ നാട്ടിലേക്ക് വന്നു, പർവ്വത ശിഖരങ്ങളിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മല്ലിക ആഴത്തിലുള്ള ദുഃഖം അവളുടെ മനസ്സിൽ ഉടലെടുക്കുന്നു. കഠിനമായിട്ടുള്ള ദുഃഖം അവളുടെ മനസ്സിൽ ഉടലെടുക്കുന്നു. ഇനി ഈ പേജ് മുതൽ അടുത്ത ഓഡിയോയിലിടാം.